മനുഷ്യനേക്കാൾ പുരോഗതി നേടിയ ജീവികളുണ്ടെങ്കിൽ അവർ പറക്കും തളികയിൽ വന്നിറങ്ങുമോ? 52 വർഷങ്ങൾക്കിപ്പുറം ലോകരാജ്യങ്ങൾ ചിന്തിക്കുന്നത് വയലാർ പറഞ്ഞ അതേ കാര്യമാണ്. പ്രപഞ്ചത്തിൻ്റെ മുറ്റത്ത് എവിടെയൊക്കെ ആൾത്താമസമുണ്ടെന്നും എവിടെയൊക്കെ കോളനികൾ നിർമ്മിക്കാമെന്നും വയലാർ രാമവർമ്മ 1973 പണിതീരാത്ത വീട് എന്ന ചലച്ചിത്രത്തിനു വേണ്ടി പ്രപഞ്ച സൃഷ്ടി വർണ്ണിക്കുന്ന ഗാനം എഴുതുമ്പോൾ മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയിട്ട് വെറും 4 വർഷം മാത്രമേ ആയിരുന്നുള്ളൂ. അന്യഗ്രഹ ജീവൻ തേടിയുള്ള ബഹിരാകാശ വാഹനമായ വോയേജർ നാസയുടെ സ്വപ്നങ്ങളിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നാസയുടെ വാഹനങ്ങൾ ചൊവ്വയ്ക്കു ചുറ്റും വലം വയ്ക്കാൻ മാത്രം തുടങ്ങിയ കാലം കൂടിയായിരുന്നു അത്. അന്ന് അന്യഗ്രഹങ്ങളിൽ കോളനികൾ നിർമ്മിക്കുന്നത് മനുഷ്യന്റെ ചിന്തകളിൽ പോലുമില്ലായിരുന്നു. 52 വർഷങ്ങൾക്ക് ഇപ്പുറം ലോകരാജ്യങ്ങൾ ചിന്തിക്കുന്നത് വയലാർ പറഞ്ഞ അതേ കാര്യമാണ്. പ്രപഞ്ചത്തിൻ്റെ മുറ്റത്ത് എവിടെയൊക്കെ ആൾത്താമസമുണ്ടെന്നും എവിടെയൊക്കെ കോളനികൾ നിർമ്മിക്കാമെന്നും ആദ്യം ചൊവ്വയിൽ വീടുപണി തുടങ്ങാമെന്നാണ് അമേരിക്കയുടെ ചിന്ത. ഇന്ത്യയാകട്ടെ ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ വിജയകരമായി ഒരു വാഹനം എത്തിക്കാനുള്ള പരിശ്രമവും ബഹിരാകാശ യാത്രയ്ക്ക് മനുഷ്യരെ സജ്ജരാക്കാനും തുടങ്ങിക്കഴിഞ്ഞു. ഗഗൻയാൻ എന്ന ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയുടെ ആദ്യ ചുവടാണ് സ്പേസ് എക്സ് വാഹനത്തിൽ കയറി ശുഭാംശു ബഹിരാകാശ നിലയത്തിലേക്ക് പോയി മടങ്ങിയെത്തിയത്. അന്യഗ്രഹ ജീവൻ തേടിയുള്ള പരീക്ഷണം. മനുഷ്യന്റെ അന്യഗ്രഹ ജീവൻ കണ്ടെത്താനുള്ള പരീക്ഷണത്തിൽ ഏറ്റവും വലിയ വെല്ലുവിളി പ്രപഞ്ച ദൂരങ്ങളാണ്. സെറ്റി സെർച്ച് ഫോർ എക്സ്ട്രാ ടെറസ്ട്രിയൽ ഇൻ്റലിജൻസ് പ്രധാനമായും അന്വേഷിക്കുന്നത് സൂര്യന് ചുറ്റും ഭൂമി സഞ്ചരിക്കുന്ന അതേ ദൂരത്തിൽ മറ്റേതെങ്കിലും ഗ്രഹം അതിൻ്റെ മാതൃനക്ഷത്രത്തെ വലയം ചെയ്യുന്നുണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ അവിടെ ഭൂമിയിലെ പോലെ ജീവനുണ്ടോ എന്നുമാണ്. സൗരയുധ അതിർത്തിയിലുള്ള പ്ലൂട്ടോയിലെത്താൻ 12 വർഷവും സൂര്യൻ്റെ ഏറ്റവും അടുത്ത നക്ഷത്രത്തിലെത്താൻ 1,00,000 വർഷവും ബഹിരാകാശ വാഹനങ്ങൾക്ക് എടുക്കുമെന്ന് പറയുമ്പോൾ പ്രപഞ്ച ദൂരത്തെക്കുറിച്ചുള്ള ഏകദേശ ധാരണ നിങ്ങൾക്ക് വെട്ടിക്കാണും. അതാണ് പ്രകാശം സഞ്ചരിക്കുന്ന സമയം കണക്കാക്കി പ്രപഞ്ചത്തിലെ ദൂരങ്ങൾ പ്രകാശവർഷങ്ങളിൽ പറയുന്നത്. ഒരു കുടയുടെ അറ്റത്ത് ഒട്ടിച്ചിരിക്കുന്ന വെളുത്ത പൊട്ടുകൾ പോലുള്ള രാത്രികാല ആകാശ നക്ഷത്രങ്ങളിൽ ഏറ്റവും അടുത്ത് 4.25 പ്രകാശവർഷവും ഏറ്റവും അകലെയുള്ളത് കോടിക്കണക്കിന് പ്രകാശവർഷവും ദൂരെയാണെന്ന് പറയുമ്പോൾ ഇന്ന് നാം ആകാശത്ത് കാണുന്നതെല്ലാം ഭൂതകാലമാണെന്ന് മനസ്സിലാക്കുക. ഇതിൻ്റെ അർത്ഥം പ്രപഞ്ചമുറ്റത്തിലെ നമ്മുടെ തറവാടായ ക്ഷീരപഥം എന്ന ഗാലക്സിയിൽ പോലും എവിടെയെങ്കിലും ജീവനുണ്ടെങ്കിൽ അവിടെ എത്താൻ പോലും മനുഷ്യൻ്റെ നിലവിലെ സാങ്കേതിക വിദ്യയിൽ കഴിയില്ല. അതുപോലെ അവിടങ്ങളിൽ എവിടെയെങ്കിലും നമ്മളെക്കാൾ വികസിച്ച ജീവനുണ്ടെങ്കിൽ അവർക്ക് പറക്കും തളികയിൽ ഇവിടെ വന്നിറങ്ങാനുള്ള സാധ്യതയും വിദൂരമല്ല. റേഡിയോ അസ്ട്രോണമിയുടെ ജനനം. പ്രപഞ്ച ദൂരങ്ങൾ താണ്ടി അന്യഗ്രഹങ്ങൾ അന്വേഷിക്കുവാനുള്ള നമ്മുടെ പരിമിതികൾ 19-ാം നൂറ്റാണ്ടിൽ തന്നെ നമുക്ക് മനസ്സിലായി. ഇതിനൊരു പ്രതിവിധി പ്രകാശവേഗത്തിൽ പ്രപഞ്ചത്തിലെ പൊടിപടലങ്ങൾക്കിടയിലൂടെ തടസ്സം കൂടാതെ സഞ്ചരിക്കുന്ന റേഡിയോ തരംഗങ്ങളാണെന്ന് ആദ്യമായി 1891 സൂചിപ്പിച്ചത് നിക്കോള ടെസ്ലയായിരുന്നു. ചൊവ്വയിൽ നിന്ന് ആരോ അയച്ച റേഡിയോ തരംഗങ്ങൾ തൻ്റെ പരീക്ഷണശാലയിൽ ലഭിച്ചെന്ന് ടെസ്ല പറഞ്ഞപ്പോൾ ആദ്യം ആരും കാര്യമാക്കിയിട്ടില്ല. എന്നാൽ മാർക്കോണി റേഡിയോ കണ്ടുപിടിച്ചതിനു ശേഷം 1924 ഓഗസ്റ്റ് മാസത്തിലെ 3 ദിവസങ്ങൾ എല്ലാ റേഡിയോകളും അണച്ച് നിശബ്ദമായി ചൊവ്വയിൽ നിന്നുള്ള റേഡിയോ സിഗ്നലുകൾക്കായി കാതോർത്തിരിക്കാൻ അമേരിക്കൻ ഭരണകൂടം ജനങ്ങളോട് ആവശ്യപ്പെട്ടു. ഒന്നും കേൾക്കാനായില്ലെങ്കിലും നമ്മുടെ ബഹിരാകാശ റേഡിയോ പരീക്ഷണങ്ങൾ അന്ന് തുടങ്ങുകയായിരുന്നു. പിന്നീട് 1933 കാൾ ജാൻസ്കി ക്ഷീരപഥത്തിലെ ഒരു വസ്തുവിൽ നിന്ന് ആദ്യത്തെ റേഡിയോ സിഗ്നൽ പിടിച്ചെടുക്കുന്നതോടെ റേഡിയോ ആസ്ട്രോണമി ഔദ്യോഗികമായി തുടങ്ങി. 1977 ധനുരാശിയിൽ നിന്ന് ഒരിക്കൽ മാത്രം കേട്ട 72 സെക്കൻഡ് നീണ്ട വാവ് എന്നർത്ഥം വരുന്ന റേഡിയോ സിഗ്നലാണ് നമ്മുടെ 60 കൊല്ലത്തെ റേഡിയോ പരീക്ഷണങ്ങളിലെ
ഏറ്റവും വലിയ നാഴികക്കല്ല്. എന്താണ് ആ സിഗ്നലിനു പിന്നിലെന്ന് ഇതുവരെ ശാസ്ത്രലോകത്തിന് മനസ്സിലായിട്ടില്ല. അന്യഗ്രഹങ്ങളിൽ നിന്ന് റേഡിയോ തരംഗങ്ങൾക്കായി നമ്മൾ കാതോർത്തിരിക്കുമ്പോഴും ഭൂമിയിൽ നിന്ന് ആദ്യം പോയ റേഡിയോ തരംഗങ്ങൾ പ്രപഞ്ച വഴിയിൽ ഏകദേശം 200 പ്രകാശവർഷം താണ്ടിക്കഴിഞ്ഞു കാണും. നിക്കു മധുസൂദനൻ കണ്ടെത്തിയത് മറ്റൊരു ഭൂമിയോ? ക്ഷീരപഥം എന്ന നമ്മുടെ ഗാലക്സിയിൽ മാത്രം ഭൂമിയെപ്പോലെ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ കഴിയുന്ന 1000 ഗ്രഹങ്ങളെങ്കിലും ഉണ്ടാകുമെന്നാണ് ഡ്രേക്ക് ഇക്വേഷൻ എന്ന കണക്കിലൂടെ ഫ്രാങ്ക് ഡ്രേക്ക് എന്ന അമേരിക്കൻ ജ്യോതിശാസ്ത്രജ്ഞൻ 1961 പറഞ്ഞത്. ഈ കണക്കിന് ഒരുപാട് എതിർപ്പുകളുണ്ടെങ്കിലും ഇതിലെ ഏറ്റവും ചെറിയ സംഖ്യയായ 1000-ൽ വിശ്വസിച്ചാൽ തന്നെ പ്രപഞ്ചത്തിൽ മൊത്തത്തിൽ ഇതുപോലെ എത്ര ഗ്രഹങ്ങൾ കാണുമെന്ന കണക്ക് നമുക്ക് തലചുറ്റലുണ്ടാക്കും. ഇതാണ് സെറ്റി എന്ന പരീക്ഷണത്തിൻ്റെ ഊർജം. ഇനി നമുക്ക് ചൂടേറിയ പുതിയ വാർത്തയായ K2-18b കുറിച്ച് സംസാരിക്കാം. നമ്മുടെ ക്ഷീരപഥത്തിൽ ഭൂമിയിൽ നിന്ന് 124 പ്രകാശവർഷം ദൂരെയുള്ള ഭൂമിയേക്കാൾ 8 മടങ്ങ് ഭാരമുള്ള ഈ ഗ്രഹമാണ് മനുഷ്യന്റെ അന്വേഷണത്തിൽ ജീവന്റെ ഏറ്റവും വിശ്വസിക്കാനാവുന്ന സാധ്യതയായി ഇന്നു കണക്കാക്കപ്പെടുന്നത്. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ് ഡാറ്റ ഉപയോഗിച്ച് ജ്യോതിശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന നമ്മുടെ ഗവേഷകർക്കും വേണമെങ്കിൽ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലെ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രൊഫസർ ഡോക്ടർ നിക്കു മധുസൂദനനും ടീമും K2-18b എന്ന ഭൂമിയാകാൻ സാധ്യതയുള്ള ഗ്രഹത്തെ കണ്ടെത്തിയതുപോലെ കണ്ടെത്താം. എങ്ങനെയാണ് ഈ കണ്ടെത്തൽ നടത്തിയതെന്ന് നമുക്ക് നോക്കാം. ക്ഷീരപഥത്തിലെ 124 പ്രകാശവർഷം ദൂരത്തിലെ ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രത്തിന് കുറുകെ ഒരു ചെറിയ പൊട്ടുപോലെ നീങ്ങിയ K12-18b എന്ന ഗ്രഹം അനുകൂല ഭ്രമണപഥത്തിലാണെന്ന് 2015 ഇവർ കെപ്ലർ ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തിയതായിരുന്നു ആദ്യത്തെ ഘട്ടം. പിന്നീട് ആ ഗ്രഹത്തിൻ്റെ നിറങ്ങൾ ഹബിൾ ടെലസ്കോപ്പിലൂടെ പഠിച്ചിട്ടാണ് 2019 അതിന് ഒരു അന്തരീക്ഷമുണ്ടെന്നും അതിൽ ജലം നീരാവിയായിട്ടുണ്ടെന്നും കണ്ടെത്തിയത്. ഇതായിരുന്നു രണ്ടാം ഘട്ടം. മൂന്നാം ഘട്ടം JWST എന്ന ബ്രഹ്മാണ്ഡ ടെലസ്കോപ്പിലൂടെയുള്ള സൂക്ഷ്മമായ പഠനങ്ങളായിരുന്നു. അങ്ങനെയാണ് 2023 അവിടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും മീഥേനും പിന്നെ ഇപ്പോൾ 2025 ജീവന് മാത്രം നിർമ്മിക്കാനാകാവുന്ന ഡൈമീഥൈൻ സൾഫൈഡ് കൂടിയുണ്ടെന്ന് കണ്ടെത്തിയത്. എല്ലാം കൂടിയായപ്പോൾ ഈ ഗ്രഹത്തിൽ ജീവന്റെ സാധ്യത ഉറപ്പിക്കുകയായിരുന്നു. വളരെ വേഗത്തിൽ നശിച്ചു പോകുന്ന DMS വേണ്ടത്ര അളവിൽ K12-18bയിലെ അന്തരീക്ഷത്തിൽ കിട്ടിയത് അത് അവിടുത്തെ സമുദ്രങ്ങളിൽ നിരന്തരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിൻ്റെ തെളിവായിട്ടാണ് കാണുന്നത്. ഭൂമിയിലെ സമുദ്രങ്ങളിലെ ഫൈറ്റോപ്ലാങ്ക്ടോൺ എന്ന ആൽഗ ഉണ്ടാക്കുന്ന DMS ആണ് ഭൂമിയുടെ അന്തരീക്ഷത്തിലും കാണുന്നതെന്ന നമ്മുടെ അറിവാണ് K12-18bയിലും ഭൂമിയിലെ പോലെ സമുദ്രങ്ങൾ കാണാമെന്നും അതിൽ ആൽഗകൾ ഉണ്ടാകാമെന്നുമുള്ള നിഗമനത്തിൽ ഗവേഷകർ എത്തിയത്. എന്നാൽ ശാസ്ത്രലോകത്തിൻ്റെ ഒരു വിഭാഗം ഇത് മുഴുവനായും അംഗീകരിച്ചിട്ടില്ല. അതങ്ങനെയാണല്ലോ. എന്തായാലും കാത്തിരുന്ന് കാണാം. ഇതേപോലുള്ള വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക.